ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്. जो पास हो फिर क्या ये जहां तेरे प्यार में हो जाऊं फना मेरे हाथ में तेरा हाथ हो सारी जन्नतें मेरे साथ हो तू जो पास हो फिर क्या ये जहां तेरे प्यार में हो जाऊं फना या मौला ഗുഡ് മോർണിംഗ്, വെൽക്കം ടു തേർഡ് ഡേ ഇൻ കശ്മീർ. ഇപ്പോൾ സമയം 7:54. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പുറത്തേക്ക്. എപ്പോഴും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇന്നലെ രാത്രി കഴിച്ചില്ലേ മുഗൾ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. അപ്പോൾ അവിടുന്ന് ഹരീസ ട്രൈ ചെയ്യാൻ പോകും. ഹരീസ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാശ്മീരി ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇന്നലത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വസ്വാൻ നല്ല ഫ്ലോപ്പായിരുന്നു. ആക്ച്വലി ഞങ്ങൾ താമസിക്കുന്ന റെസ്റ്റോറൻറ്റിൽ അദൂസ്, അവിടുത്തെ വസ്വാനാണ് ഫേമസ്. പക്ഷേ ഞങ്ങൾ അവിടെ പോയിട്ട് വരാനാണെങ്കിൽ ഞങ്ങൾ നടന്ന് മുകളിൽ നിന്ന് എത്തി അവസാനം മെനുക്കെ നോക്കി ലാസ്റ്റ് വസ്വാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്തു. സോ വസ്വാൻ കഴിക്കാൻ വരാണെങ്കിൽ അദൂസിൽ നിന്ന് കഴിക്കുക. കാരണം അതിൻ്റെ റിവ്യൂകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മുകളിലത്തെ വസ്വാൻ ഭയങ്കര ബോറായിരുന്നു. ഞങ്ങൾ ഹാഫ് പോർഷനാണ് പറഞ്ഞത്, എന്നിട്ട് തന്നെ നല്ല ക്വാണ്ടിറ്റി ആൻഡ് ഒന്നിനൊരു വികാരമില്ലാത്ത ടേസ്റ്റായിരുന്നു. ഞങ്ങൾ മറ്റേ എന്താ പറയുക, ഞങ്ങളുടെ അദൂസിൽ നിന്ന് കാശ്മീരി പുലാവ് കഴിച്ചല്ലോ, അതൊരു രക്ഷയില്ലാത്ത ഇതായിരുന്നു. അത് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനും കൊള്ളില്ലായിരുന്നു. മതിയാക്കി ഫുൾ വേസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കാരണം എനിക്കിവിടെ വന്ന് ഹരീസ കഴിക്കുന്നതിനോട് ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ മനുവിന് ഹരീസ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും എന്നറിയില്ല. എനിക്ക് കണ്ടിട്ട് ഞാൻ അധികം കഴിക്കുമെന്ന് തോന്നുന്നില്ല. സോ ഞാനിവിടുന്ന് വേറെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ പേടി എന്ന് പറഞ്ഞാൽ കട തുറന്നിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. 8 മണിക്ക് ഓപ്പൺ ആവുമെന്ന് അവർ പറഞ്ഞത്. പക്ഷേ റോട്ടിലൊന്നും ആൾക്കാരില്ല. തണുപ്പുണ്ട്, ടോളറേറ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പം ഞങ്ങളിപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ട് നടക്കുന്ന കാരണം കുഴപ്പമൊന്നുമില്ല. കടകളൊന്നും തുറന്നിട്ടില്ല ഹോട്ടലൊന്നും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ അദൂസിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനത്തെ ഈ ഒരു സ്ട്രീറ്റ് ഉള്ളത്. ഇതൊരു പല ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കാശ്മീരിൻ്റെ ഒരു നല്ലൊരു സ്പോട്ടാണ്. ഒരു ഫോറിൻ ടച്ചാണിത് ഈ ഒരു വഴിക്ക്. നല്ല വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. രാത്രി നല്ല ഭംഗിയാണ്. ഈ ലൈറ്റൊക്കെ രാത്രി കാണാനായിട്ട് നല്ല രസമാണ് ഈ സ്ട്രീറ്റ്. ഇതിക്കൂടെയൊക്കെ നടക്കാനായിട്ട് രാവിലെ മൂസം അച്ഛ ജലം വ്യൂ പാർക്ക്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നല്ല റോഡ്, നടക്കാൻ പറ്റിയ ചാടണ്ട. ഹൗസ് ബോട്ട്, ഇവിടെ കുറേ ഹൗസ് ബോട്ട് ഉണ്ടല്ലോ. ഇതൊക്കെ ചിലപ്പോൾ എന്തോരം പട്ടികളെവിടെ. ഞങ്ങൾ തപ്പി നടന്നിട്ടും പക്ഷേ ഹോട്ടലൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ എത്തി. ഞാൻ ബ്രെഡ് ടോസ്റ്റും ഓംലെറ്റും, മനു പൂരി ബജി മസാല കഴിച്ചു. പിന്നെ ഞങ്ങൾ കാവ കൂടി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു 9 o'clock റെഡിയായി നിന്നു അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്.
ഇത് സോൺമാർഗ് ടണലാണ്. 6.5 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഈ ടണലിനകത്ത് കൂടെ ഒരു 15 മിനിറ്റ്സ് ട്രാവൽ ചെയ്യണം അപ്പോൾ നമ്മളിതിൻ്റെ അറ്റത്തെത്താനായിട്ട്. അങ്ങനെ ടണലിൻ്റെ പുറത്തെത്തിയപ്പോൾ ഒരു സ്വിറ്റ്സർലാൻഡിലെത്തിയ പോലെയായിരുന്നു. ഫുൾ മഞ്ഞ്, അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കുതിരകളെയും പോണികളെയൊക്കെ കെട്ടിയിട്ടേക്കുന്ന കാണാം. അതുപോലെ തന്നെ റെൻറ്റിനെടുക്കാനുള്ള ബൂട്ട്സ്, കോട്ട്, ജാക്കറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ സോൺമാർഗ് എത്തി. ഇവിടെ നിന്ന് ഇനി ബൂട്ട്സ് റെൻറ്റിനെടുക്കണം. ഇവിടെ നിന്ന് പോണി റൈഡ് ഉണ്ട്. അപ്പം നമ്മൾ പോണി റൈഡിൻ്റെ റേറ്റ് ബാർഗൈൻ ചെയ്ത് നിൽക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് മോഡാണ്, -°C ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇന്നലെ ഗുൽമാർഗിൽ പോയതിനെക്കാട്ടിലും തണുപ്പ് കൂടുതലാണ്. അത് കാരണം നമ്മൾ ഇന്നലെ ഇട്ട പോലെ തന്നെ ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എനിക്കറിഞ്ഞ ഈ വ്യൂ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം ചുറ്റും മഞ്ഞ്. സോ ഞങ്ങൾ 2 പോണിയിലായിട്ടാണ് പോയത്. ആൻഡ് ഞങ്ങളുടെ കൂടെ 2 അവിടുത്തെ ചേട്ടന്മാർ വരും കേട്ടോ. ആൻഡ് ഇവരാണ് നമ്മുടെ ഗൈഡായിട്ടും വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ എത്തിയതിന് ശേഷം ഇവരാണ് കേട്ടോ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നെ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഡയറക്ഷനിലാണ് ഇവർ ഇങ്ങനെ എടുത്തു തരും നമുക്കപ്പം. അതൊരു ഭയങ്കര സൗകര്യമായിരുന്നു. അപ്പം ഞങ്ങൾ കിട്ടിയ ചാൻസ് മുതലാക്കി കുറേ ഫോട്ടോയും റീലൊക്കെ എടുത്തിട്ടുണ്ട്. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അതിവിടെയാണെന്ന് കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്. പക്ഷേ സത്യമാണ്, ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ സ്വിറ്റ്സർലാൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ വീടിൽ. പക്ഷേ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. മൈനസാണ് തണുപ്പ്, പക്ഷേ ഞങ്ങളകത്ത് സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ കാരണം കൈ അത്യാവശ്യം നല്ല ഫ്രീസിങ് ആയി തുടങ്ങി. അധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഗോഡ റൈഡ്, അതും ഒരു 1.5 എക്സ്പീരിയൻസ്. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി കൊടുക്കട്ടെ, അവർ നോക്കും. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാശ്മീരി ഡ്രസ്സ് എടുക്കാം കേട്ടോ. റെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോയും റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തിരിച്ചൂരി കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യില്ല. ഇനി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോയി. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പ്ലസ് ഓക്കെ, ഇത്രയും പെട്ടെന്ന് പോട്ടെ. വെരി ബ്യൂട്ടിഫുൾ. സോൺമാർഗിൽ വന്നു കഴിഞ്ഞാൽ പോണി റൈഡ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സ്ലേ ചെയ്യണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചൊരു സുഖമില്ല. പ്ലസ് അത് കാണുമ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് നമുക്കൊക്കെ വലിച്ച് എൻ്റെ എക്സ്പീരിയൻസാണ്. പിന്നെയാണ് ചിലർക്ക് ഇഷ്ടമുള്ളവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റത്തേക്ക് ഇവരിങ്ങനെ വലിച്ചു കൊണ്ടുപോകാം. ആ ഇരുന്ന് പോകുന്ന സൈഡ് കാഴ്ചകൾ കാണാം. പക്ഷെ അതിപ്പോൾ പോണി റൈഡിലായാലും കാണാം. പോണി റൈഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് ദ ഗോഡ. പോണീനെ വിശ്വസിച്ച് നമ്മൾ റിലാക്സ് ചെയ്തിരുന്നാൽ മതി. പിന്നെ അതിനോട് കുറച്ച് സ്നേഹത്തോടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ ബോഡി ബാക്കിലേക്ക് പിടിക്കുക. ഫ്രണ്ട് കയറ്റം കയറുന്ന സമയത്ത് ബോഡി കുറച്ച് ഫ്രണ്ടിലേക്ക്. അപ്പോൾ അതാകുമ്പോൾ പോണിക്ക് എളുപ്പമാവും, വീഴില്ല. പിന്നെ ഭയങ്കര സേഫാണ്. നമ്മളിങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് വീഴാൻ പോകുന്ന പോലെ തോന്നുന്നത്. റിലാക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കാണും. ഒരു രക്ഷയില്ലാത്ത പ്ലേസ്. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ഞങ്ങളുടെ ഒരു ഭാഗ്യമായിരുന്നു. ഞങ്ങൾ പോണിയിൽ തിരിച്ച് സോൺമാർഗും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് സ്നോഫോൾ ഉണ്ടായി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്തത്. ആദ്യം ചെറുതായിട്ട് തുടങ്ങി, പക്ഷേ പിന്നെ ഞങ്ങൾ താഴത്ത് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ഹെവി സ്നോഫോളായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ സ്പോട്ട് ഉണ്ടായിരുന്നു, ഒരു അരുവിയുടെ ഭാഗം. അപ്പോൾ അതെത്തിയപ്പോഴേക്ക് ഞങ്ങളുടെ 2 പോണിയും അവിടേക്ക് താനെ പോയി വെള്ളം കുടിക്കാൻ വന്നു.
അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ പോയി. സ്നോഫോൾ ആണ്. ഇപ്പം ഞങ്ങൾ തിരിച്ച് മറ്റേ റെൻ്റലിൻ്റെ അവിടേക്ക് എത്തി. സ്നോഫോൾ കാണാൻ പറ്റി. ആക്ച്വലി സോൺമർഗിൽ ഞങ്ങൾ എത്തിയ സമയത്ത് സ്നോഫോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലേക്കും സ്നോഫോൾ തുടങ്ങി. അതിന് ഞങ്ങൾ ഈ പോണി റൈഡിന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഹെവി സ്നോഫോളായിരുന്നു. ഞാൻ ഗോഗിൾസ് എടുത്തില്ല, പിന്നെ ബാഗിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ കണ്ണിലേക്ക് ഡയറക്റ്റ് മഞ്ഞ് വീണുകൊണ്ട് കയറി. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇതിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും വലിയ രസമില്ല, കാരണം മറ്റേ ബൂട്ട് റെൻ്റ് കൊടുക്കുന്ന സ്ഥലം അവിടെ വന്നു ബൂട്ട്സ് തിരിച്ചു കൊടുക്കാനായിട്ട്. വരുന്ന വഴിക്ക് സ്നോഫോൾ എടുക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് കൈ ഫ്രീ അല്ലല്ലോ പോണീനെ പിടിച്ചിരിക്കുന്നത് കാരണം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നോഫോൾ കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഓൺ ദ വേ തിരിച്ച് സോൺമർഗിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിർത്തി, ചെറിയൊരു ഹോട്ടലിൽ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് നാൻ, റൊട്ടി, കടായി ചിക്കൻ, കാവ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാവ ഇല്ലാതെ ഭക്ഷണം ഇറങ്ങില്ല എന്നുള്ള അവസ്ഥയാണ്. രാവിലെ കാവ, ഉച്ചയ്ക്ക് കാവ, രാത്രി കാവ. ഓക്കെ, നല്ല വിശപ്പുണ്ട്, അപ്പോൾ കഴിക്കട്ടെ. ഇതാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്ന കട, എവർഗ്രീൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ കുറേ ഹോട്ടലുകളുണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പുണ്ട് അത്യാവശ്യം. മറ്റേ ജാക്കറ്റ് കൂരിയല്ലോ, അകത്ത് ആ ഒരു സ്വെറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട്. വണ്ടിയുടെ അകത്തിരിക്കുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ, പക്ഷെ പുറത്തേക്ക് അവിടെ മലയുടെ മുകളിൽ നോക്കി അവിടെയൊക്കെ വീട്. എനിക്ക് അയ്യോ സാറില്ല, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ചുമക്കുണ്ടാവും. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡും കിട്ടും. ഇവിടെ വന്ന് നെയ് റോസ്റ്റും കിട്ടുമായിരുന്നു, പക്ഷെ ഞങ്ങൾ കഴിച്ചത് നാൻ, റൊട്ടിയും കടായി ചിക്കനും. ഓയോ, ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റായിരുന്നു. എൻ്റെ അമ്മേ, ഇന്നലത്തെ ആ വസ്വാൻ്റെ ക്ഷീണം ഇന്നാണെന്ന് തീർന്നത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, കിടു ഫുഡായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു ബട്ടർ നാനും കൂടിയും പറഞ്ഞ് ഓർഡർ ചെയ്യിപ്പിച്ചു. ഞാൻ അങ്ങനെ അധികം കഴിക്കാത്തതാണ്, പ്രത്യേകിച്ച് പുറത്ത് വെക്കുന്നത്. പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നു, പ്ലസ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് സ്ഥലം. ദാ കാശ്മീരി കുർത്തികൾ ഓൾമോസ്റ്റ് എല്ലാ കടയിലും കാണും അങ്ങനത്തെ. ഇവിടെ ഇപ്പം മഴയാണ് കേട്ടോ. ഇവിടെ നല്ല ആക്ച്വലി സോൺമാർഗിൽ ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് മഴ തുടങ്ങി. ഇവിടെ ചെറുതായിട്ട് ചാറുന്നതേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം നല്ല മഴയായിരുന്നു ഓൺ ദ വേ. ഇത് മൂൺ ലൈറ്റ്. ഇതൊരു ഫേമസ് ഇവിടുത്തെ ഒരു ഡെസേർട്ട് കിട്ടുന്ന കടയാണ്, വാൾനട്ട് ഫഡ്ജ്. അപ്പം അത് ട്രൈ ചെയ്ത് പോകാൻ. ഓക്കെ, തിരക്കുണ്ടോ നോക്കാം. സോ ഇതാണ് ഇവിടുത്തെ ഫേമസ് വാൾനട്ട് ഫഡ്ജ് കഴിച്ചിട്ട്. ഇവിടെ നല്ല തിരക്കാണ്. വാൾനട്ട് ഫഡ്ജ്. സോ ഞങ്ങളിപ്പോൾ അലീഷ എന്ന് പറഞ്ഞൊരു കടയിൽ വന്നേക്കാണ് കേട്ടോ. ഇത് 1860 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു കടയാണ്. ഇവിടുത്തെ കാശ്മീരിലത്തെ ഏറ്റവും ഒരു വളരെ ഫേമസ് കട ഫോർ കാർപ്പറ്റും ഷോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ അവർ എല്ലാം അതിൻ്റേതായ പല പല ക്വാളിറ്റിയിൽ, ഇപ്പോൾ പശ്മീന ഷോൾ എന്ന് പറഞ്ഞാൽ അത് തന്നെ പല റേഞ്ചിലും പല ക്വാളിറ്റിയിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചിരുന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനത്തെ ഇതിലുണ്ടോ കാവ തന്നെ, മീൻ ഒത്തൻറ്റിക് രീതിയിൽ തരുമ്പോൾ ഇതിലാണ് കാവ തരാം. ഓക്കെ, അപ്പോൾ അത് കയറാം. ഇവിടെയും शॉल का रहता है हमारा, शॉल हो या स्टूल हो या ऐसे സ്റ്റോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഷോൾ ചെറുത് ആയത്. दिस कॉल्ड मफलर. कहाँ से लिया सर? ഇവിടെ പല സൈസ് ഉള്ളതുണ്ട് കേട്ടോ. നല്ല ഇതാണ് ഒരു കോമൺ പാറ്റേൺ ആണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ. പക്ഷെ നല്ല രസമുണ്ട്, വെറൈറ്റി. ഞങ്ങളിവിടുത്തെ വീവിങ് സെൻറ്റർ കാണിച്ചു തരാണ് കേട്ടോ, ഹാൻഡ്ലൂമിൻ്റെ. ഇവിടുത്തെ കാർപ്പറ്റ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്.
ഇതാണ് ഒറിജിനൽ. അങ്ങോട്ട് പോട്ടെ. കൈ കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. എത്തിയിട്ട് കുറച്ച് നേരമായി എത്തി, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇനി ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോവാണ്. ഇന്നലെ പോയ സ്ഥലത്ത് പോകുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ വെറൈറ്റി ആയിട്ട് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര്? കായം. ഇത് ഞങ്ങൾ പോകുന്നത് കായം ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഇവിടുത്തെ കാശ്മീരത്തെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഫുഡ് സ്പോട്ടാണ് കായം ചോക്ക്. അവിടെ കൂടുതൽ കബാബ്സ് ഒക്കെയാണ് ഫേമസ്. അപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നാണ് ലാസ്റ്റ് ഡേ ഇൻ ശ്രീനഗർ. അപ്പോൾ പോയി കഴിച്ചിട്ട് വരാം. ഓട്ടോ കിട്ടാൻ കുറച്ച് താമസിച്ചു കേട്ടോ. ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടെൻഷനായി, കാരണം തിരിച്ചിന് ഓട്ടോ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കായം ചൗക്കിലെത്തി. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു മെയിൻ സ്പെഷ്യൽ ഏരിയ ആണ്. ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കടകളാണ്, എല്ലാം കബാബും കാര്യങ്ങളാണ് മിക്ക മെയിൻ ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. സോ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് കുറേ മലയാളികളെയും കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവസാനം ഈ കടയിൽ കയറി. അപ്പോൾ ഞങ്ങൾ കയറുന്നത് കണ്ടിട്ട് കുറേ മലയാളികൾ ഞങ്ങളുടെ പിന്നാലെ കയറി. പുറത്തൊരു ചില്ലിൻ്റെ ഒരു ഷോക്കേസിൽ ഇങ്ങനെ പല ടൈപ്പ് കബാബ്സും ടിക്കാസും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ തന്നെ അവർ ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് ഫുഡ് ഡിന്നർ ഐറ്റം വന്നു. ഇത് ചിക്കൻ കബാബ്. നമുക്ക് എത്ര ചട്നിയാണ്? 1 2 3 4 5 6 7 ടൈപ്പ് ഓഫ് ചട്നീസ് ആൻഡ് തന്തൂരി റോട്ടി. ഇനിയൊരു മട്ടൻ തുജ്. മട്ടൻ തുജ് എന്ന് പറഞ്ഞാൽ മട്ടൻ കബാബ് ബേസിക്കലി, അല്ല മട്ടൻ ടിക്ക, സോറി, മട്ടൻ ടിക്കനാണ് മട്ടൻ തുജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടിയും വരാനുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇത് കഴിച്ചു തുടങ്ങട്ടെ. ഇതാണ് ഞങ്ങളുടെ മട്ടൻ തുജ് ഓർ മട്ടൻ ടിക്ക വന്നിട്ടുണ്ട്. സൂപ്പർ, നല്ല മുരിഞ്ഞിരിക്കുന്നു. ഇത് പല ടൈപ്പ് ഓഫ് ചട്നീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇത് മാത്രം അറിയാം, ഇത് വാൾനട്ട് ചട്നിയാണ്. അത് മാത്രം അറിയാം. പക്ഷെ അത് ഞങ്ങൾ നേരത്തെ കഴിച്ചാൽ അറിയാം. ബാക്കിയൊന്നും ഏതാണെന്ന് അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നടന്ന് വരുന്ന കഴിക്കാണ്ടോ. ഇത് ഞങ്ങൾ വന്ന് ഓട്ടോയിലെ ചേട്ടനും പറഞ്ഞു തന്നത്. ഇത് ആക്ച്വലി ഒരു തിയേറ്റർ ആയിരുന്നു, നടന്നുകൊണ്ട് പറയാൻ വേണ്ടി. അപ്പോൾ ഈ ഓക്കെ, അപ്പോൾ ഈ സിനിമ തിയേറ്റർ ഇവിടെ മുമ്പ് എന്തോ ഒരു അറ്റാക്ക് നടന്ന് ഇവിടെ കുറേ കടകളൊക്കെ പോയി ആകെ പ്രശ്നക്കാരന്. പിന്നീട് അതിന് ശേഷമാണ് ഇത് ഹോസ്പിറ്റലായിട്ട് മാറിയത്. ഖൈബർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. തണുപ്പുണ്ട് കേട്ടോ, മഴ പെയ്താണ്. അത് കാരണമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഐ മീൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ്. പക്ഷേ ഓരോ സ്ഥലത്തെ തണുപ്പിനും അതിൻ്റേതായൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗുൽമർഗിൽ പോയപ്പോഴത്തെ തണുപ്പ്, സോൻമർഗിലെ ഫേസ് 2-ലത്തെ തണുപ്പിനൊരു ഡിഫറൻസ് ഉണ്ട്. അവിടെ പിന്നെ നമ്മൾ ഫുൾ പക്ക വിൻ്റർ വെയറിലായിരുന്നല്ലോ, തെർമലും ഫ്ലീസും ജാക്കറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടായിരിക്കാം അത്ര തണുപ്പ് തോന്നിയില്ല. ഇപ്പം മറ്റേ സംസാരിക്കുമ്പോൾ വായന്ന് പുക വരുന്ന ആ അത്രയും തണുപ്പുണ്ട്. പിന്നെ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഒരു സ്ഥലത്ത് എത്തട്ടെ. ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു ഓട്ടോ തപ്പണം, എന്നിട്ട് പിന്നെ കാണിക്കാം. ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സിറ്റി മോളുടെ കാര്യം. കാശ്മീരിലത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ള ആദ്യത്തെ മോളാണ്. സോ ഇതാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞങ്ങളുടെ ഹോട്ടൽ ആഗൂസ്. അപ്പോൾ ബാക്കിലത്തെ ഗേറ്റ് വഴി നേരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ കടകളൊക്കെ അടച്ചു. ഇവിടെ എല്ലാ കടകളും ഒരു 8 മണിയാകുമ്പോഴേക്ക് അടച്ചു തുടങ്ങും, നോർമൽ ഷോപ്സൊക്കെ. പക്ഷെ നല്ല കുറേ കടകളുണ്ടോ, പക്ഷെ എല്ലാം അടച്ചു. ഞാൻ പറഞ്ഞ മിക്കതും സൂപ്പർ ഡ്രൈ ലോണ്ട്രി സെലക്റ്റഡ്. ഇത് പക്ക ഒരു മോൾ.
ടോമി ബ്രാൻഡഡ് ഷോപ്സും ഉണ്ട്. മുകളിലേക്ക് കയറി വെക്കണോ? ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം മുകളിൽ പോയിട്ട് കാര്യമില്ല, കാരണം ഹായ് നല്ല വലിയ മോളാണ്. സരോവർ പ്രീമിയർ ഇതൊരു സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ഈ കാശ്മീർ വരുമ്പോൾ സ്റ്റേ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ മിക്കവാറും ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മോളിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ. ബാഗ് എൻട്രൻസ് ഞാൻ ഒന്ന് കാണിച്ചതല്ലേ. ഈ ഗല്ലി കൂടെ പോകും, ക്രോസ് ചെയ്തിട്ട് ജസ്റ്റ് രണ്ടായിട്ട് നടക്കുമ്പോൾ നമ്മുടെ അതൂസ് സൂപ്പർ മാർക്കറ്റാണോ അതേ അടയ്ക്കോ? ഓക്കെ, തൊട്ട് ഇവിടെ ഞാൻ ഫസ്റ്റ് ഡേ ഒരു സൂപ്പർ മാർക്കറ്റ് കാണിച്ചില്ലേ, സൂപ്പർ ഒരു അടിപൊളി. അപ്പം അവിടെ കയറാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. ഐസ്ക്രീം ഉണ്ടോ നോക്കാം. അവിടെ ഐസ്ക്രീം കിട്ടില്ല, കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ സ്വീറ്റ് ഷോപ്പിൽ നിന്നുണ്ടല്ലോ ഒരു സ്വീറ്റ് വാങ്ങിച്ച്. ഇത് പക്കീജ എന്ന് പറഞ്ഞൊരു സ്വീറ്റ് വാങ്ങിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം തപ്പി വേറെ സ്ഥലത്ത് പോയിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊരു ഐസ്ക്രീം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഡെസേർട്ട് ഇതും കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ നെക്സ്റ്റ് ഡേത്തെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.